വലി തുസ്ന അല ഐനി, വലി തുസ്ന അല ഐനി എന്നാണ് എന്താ? വലി തുസ്ന, താങ്കൾ. ഈ തുസ്ന എന്നുള്ളത് സുന്നയിൽ നിന്നാണ്. സുന്ന എന്താ? സുന്ന നിർമ്മാണമാണ്. നിർമ്മാണം. തങ്ങൾ പറഞ്ഞു, മൻ സനഅ ഇലൈക്കും മഅറൂഫൻ, മൻ സനഅ ഇലൈക്കും മഅറൂഫൻ, നിങ്ങൾക്ക് വല്ലവരും ഒരു നന്മയും ചെയ്താൽ ഫകാഫിഊഹു, നിങ്ങൾ പ്രത്യുപകാരം ചെയ്യണം. നിങ്ങൾക്കൊരു നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് പ്രത്യുപകാരം ചെയ്തു കൊടുക്കണം. ഫൈലം തജിദു മാ തുകാഫിഉ, പ്രത്യുപകാരം ചെയ്യാനൊന്നും കണ്ടില്ല എങ്കിൽ ഫദ്ഉല്ലാഹ, നിങ്ങൾ ലഹു, അയാൾക്ക് വേണ്ടിയിട്ട് അള്ളാഹിനോട് ദുആ ചെയ്യണം. ഹത്താ തറൗ അന്നകും കാഫഅതുമു, ഒരു പ്രത്യുപകാരം ചെയ്തു എന്ന് നിങ്ങൾ തോന്നുന്നത് വരെ അയാൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ദുആ ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പം മൻ സനഅ ഇലൈക്കും മഅറൂഫൻ, നിങ്ങൾക്കൊരു നന്മ ചെയ്താൽ, അവിടെ ചെയ്യുക എന്ന അർത്ഥത്തിൽ, പ്രവർത്തിക്കുക എന്നുള്ള അർത്ഥത്തിൽ ഇവിടെ സനഅ പ്രയോഗിച്ചു. ഇദാലം തസ്തഹി ഫസ്ന മാ ശിഅ്ത, എന്താ ഇദാലം തസ്തഹി, നിനക്ക് ലജ്ജയില്ലെങ്കിൽ ആ ഫസ്ന മാ ശിഅ്ത, ഇഷ്ടമുള്ളത് ചെയ്തോ എന്ന് പറഞ്ഞു. അവിടെ ഇസ്ന സുന്ന. ഇവിടെ വലി തുസ്ന എന്ന് പറയുമ്പോൾ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, താങ്കൾ നിർമ്മിക്കപ്പെടാൻ പറഞ്ഞെങ്കിൽ എന്താണ്? താങ്കൾ വളർത്തപ്പെടാൻ, താങ്കൾ പരിചരിക്കപ്പെടാൻ, താങ്കൾ സംസ്കരിക്കപ്പെടാൻ, ആ ഒക്കെ ഉദ്ദേശം. വലി തുസ്ന, സന എന്ന് പറഞ്ഞെങ്കിൽ അതാണ് നിർമ്മിച്ചു. മസാനിയ എന്ന് പറയും. എന്തിനാ മസാനിയ എന്ന് പറയാം? ഫാക്ടറികൾക്ക് പറയും, അവിടെ നിർമ്മിക്കും. അതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പോൾ വലി തുസ്ന, താങ്കൾ എന്താണ്? പരിചരിക്കപ്പെടാൻ, വളർത്തപ്പെടാൻ. അല ഐനി, അല ഐനി എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ് എൻ്റെ ഐനിൽ. എൻ്റെ ഐനിൽ എന്ന് പറഞ്ഞാൽ എൻ്റെ ദൃഷ്ടിയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? അവിടെ അള്ളാഹു എന്ത് സ്ഥിരീകരിക്കാണ്? ഐന് സ്ഥിരീകരിക്കണം. അള്ളാഹിൻ്റെ മഹത്വത്തിന് അനിവാര്യമായ ഇത് എന്തുണ്ട്? ദൃഷ്ടിയുണ്ട്. അള്ളാഹ്ക്ക് കണ്ണ് എന്നുള്ള സിഫത്തുണ്ട്, ദൃഷ്ടി എന്നുള്ള സിഫത്തുണ്ട്. തയ്യം. അപ്പോൾ പിന്നെ എൻ്റെ ദൃഷ്ടിയിൽ താങ്കൾ വളർത്തപ്പെടുന്നതിന് വേണ്ടി, താങ്കൾ പിന്നെ സംസ്കരിക്കപ്പെടുന്നതിന് വേണ്ടി, പരിചരിക്കപ്പെടുന്നതിന് വേണ്ടി എന്നാണ് പറയുന്നത്. ഉദ്ദേശം അള്ളാഹുവിൻ്റെ കാവലിൽ, അള്ളാഹുവിൻ്റെ തിരുനോട്ടത്തിൽ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം എന്ത് ചെയ്യണം? വളർത്തപ്പെടണം എന്നുള്ളതാണ്. മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ഇപ്പം ശിശുവാണ്, ഇപ്പോൾ നവജാത ശിശുവാണ്. അപ്പോൾ നവജാത ശിശുവായ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിൻ്റെ ശൈശവത്തിൽ, പിന്നെ അദ്ദേഹത്തിൻ്റെ ബാല്യത്തിൽ, പിന്നെ അദ്ദേഹത്തിൻ്റെ യൗവനത്തിൽ, പിന്നെ അദ്ദേഹത്തിൻ്റെ വാർദ്ധക്യത്തിലൊക്കെ എന്ത് വേണം? അള്ളാഹുവിൻ്റെ ഐനിൽ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം എന്ത് വേണം? പരിചരിക്കപ്പെടണം എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഇപ്പോൾ ഒരു ജോലി ചെയ്യാൻ പറയുന്നത് ഒരാളോട്, ആ ജോലി ആർക്ക് വേണ്ടിയാണ് ചെയ്യുന്നത്? ഇപ്പോൾ ഒരു മുതലാളി നോക്കി നിൽക്കെ ആ ജോലി ചെയ്യുന്നതും മുതലാളി നോക്കി നിൽക്കാതെ ആ ജോലി ചെയ്യുന്ന തമ്മിൽ വ്യത്യാസമുണ്ട് അല്ലേ? മുതലാളി നോക്കി അത്ര ഭയങ്കര ജോലിക്കാരൻ ഉഷാറായിരിക്കും. അതേസമയം അത്ര തന്നെ ഒരു ആത്മാർത്ഥതയും സൂക്ഷ്മതയൊന്നും പലപ്പോഴും ഇതുണ്ടാവില്ല, അസാന്നിധ്യത്തിലുണ്ടാവില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് എന്താണ്? അള്ളാഹുവിൻ്റെ കൺവെട്ടത്തിൽ, അള്ളാഹുവിൻ്റെ ദൃഷ്ടിയിൽ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം എന്ത് ചെയ്യണമെന്നാ? പരിചരിക്കപ്പെടണം എന്നുള്ളതാണ്. അപ്പോൾ അതെന്തിനാണ് അറിയിക്കുന്നത്? അത്ര നല്ല പരിചരണമാണ് ആർക്ക്? മൂസ അലൈഹി സ്വലാത്തു വസ്സലാമക്ക് എന്നുള്ളതാണ്. അതാണ് അത് അറിയിക്കുന്നത്. അതാണ് ആ അല ഐനി എന്നുള്ള പ്രയോഗം അറിയിക്കുന്നത്.